ഇതിപ്പോ ഒരു ഓണം വൈബ് തേടിയുള്ള ഒരു പോക്കാണ് കേട്ടോ. ഓണമായിട്ട് നമ്മുടെ നാട് പൂക്കളും കായ്കളും കൊണ്ട് നിറഞ്ഞ് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണല്ലേ. നാട് മാത്രമല്ല, നമ്മളുടെ വീടും ഇതുപോലെ തന്നെ ഒരു സുന്ദരിയാക്കി കളയാം ഈ ഒരു ഓണം സീസണിൽ എന്ന് വിചാരിച്ചു. സംഭവം എല്ലാരും ചെയ്യുന്ന പോലെ അത്തപ്പൂക്കൾ ഇടാനായിട്ട് ഇറങ്ങി തിരിച്ചതായിരുന്നു ഞാൻ. പക്ഷേ പൂ പറിക്കാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയധികം മുക്കൂറ്റി ചെടികൾ ഞാൻ കണ്ടത്. അപ്പൊ പിന്നെ വേറൊന്നും നോക്കിയില്ല, ഈ മുക്കൂറ്റി ചെടികൾ വെച്ചിട്ട് ഒരു ഇൻഡോർ ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാന്ന് തന്നെ ഞാൻ വിചാരിച്ചു. വീടിന്റെ പുറത്ത് മാത്രമല്ല, വീടിന്റെ അകത്തും ഇരിക്കട്ടെ അല്ലേ ഓണം വൈബ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടിന്റെ അകം ജസ്റ്റ് ഒരു ഓണം വൈബ് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഡെക്കോർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ട്ടോ. അതിനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുക്കൂറ്റിയുടെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാനതെല്ലാം കളക്ട് ചെയ്ത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാനാണ് എന്റെ പ്ലാൻ. പിന്നെ അത്തം ദിവസം തന്നെ ഞാൻ ഈ മുക്കൂറ്റി ചൂസ് ചെയ്യാനായിട്ട് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. വളരെ കുഞ്ഞിലെ തന്നെ ഞാൻ കേട്ടിരിക്കുന്ന കാര്യം, നമ്മൾ ആദ്യത്തെ അത്തം ദിവസം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഈ മുക്കൂറ്റിയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാൽ പോലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ പൂക്കളത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നതും ഈ മുക്കൂറ്റി ചെടി തന്നെയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓണം വൈബ് വീടിന്റെ അകത്തും കുറച്ച് ഇരിക്കട്ടെ അല്ലേ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒരു ഡെക്കോർ ഉണ്ടാക്കി നമ്മൾ വീടിന്റെ അകത്ത് അത് വെക്കുന്നത്. ഫസ്റ്റ്ലി ഞാനത് ഡയറക്റ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ, അതായത് ഒരു പോട്ടില് വെള്ളം നിറച്ച് ജസ്റ്റ് അത് എടുത്തു വെക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങ് വൈബ് എത്താത്ത ഒരു ഫീൽ കണ്ടപ്പോഴാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വാഴല എടുത്ത് ഞാൻ വെച്ചിട്ട് അതിന്റെ മേലെ ഇതൊന്ന് വെച്ച് നോക്കിയത്. അത് ജസ്റ്റ് ഒരു ട്രൈ മാത്രമായിരുന്നു, പക്ഷെ എന്തിനേറെ പറയാൻ ഇപ്പോഴാണ് കറക്റ്റ് ഒരു ഓണം വൈബ് ആയതെന്ന് എനിക്ക് തോന്നി. ഇതിപ്പോ ഞാൻ ചെയ്തത് ഏർലി മോർണിംഗ് ആയിരുന്നു, പക്ഷെ ഈവനിങ് വരെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിന്റെ അകത്ത് ഓണം വൈബ് വേണം എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിവേ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.